ഇലക്ട്രോ കളരിയുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പൾസ് ഓക്സിമീറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഓക്സിമീറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്ക് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പോണൻറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് വേണ്ടത് ഒരു കൺട്രോൾ ബോർഡാണ്. അതായത് നമ്മുടെ സെൻസറിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് ഡിസ്പ്ലേ കാണിക്കാനുള്ള ഒരു കൺട്രോൾ ബോർഡ്. ഈ കൺട്രോൾ ബോർഡിൻ്റെ പല രീതിയിലുള്ള കൺട്രോൾ ബോർഡ് അവൈലബിൾ. ആർഡിനോ യൂനോ ഉണ്ട്, ആർഡിനോ നാനോ ഉണ്ട്, ആർഡിനോ പ്രോമിനി ഉണ്ട്. അതങ്ങനെ ഒരുപാട് കൺട്രോൾ ബോർഡുകൾ അവൈലബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും വില കുറവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു ബോർഡാണ് ആർഡിനോ നാനോ. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 180 രൂപയാണ്. 150 മുതൽ 280 രൂപ വരെ മാർക്കറ്റിൽ ഇതിൻ്റെ പല ക്വാളിറ്റി അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് ഈ ഒരു സെൻസർ ബോർഡാണ്. ഈ സെൻസറാണ് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തിട്ട് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് അല്ലെങ്കിൽ കൺട്രോളറിലേക്ക് പാസ് ചെയ്യുന്നത്. മാക്സ് 30-102 എന്ന് പറയുന്നൊരു മോഡലാണ് ഈ ഒരു സെൻസർ ബോർഡ്. 30-100 ഉണ്ട്, 30-105 ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സെൻസറുകൾ അവൈലബിൾ ആണ്. 102-നേക്കാളും കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ് 105. അതുപോലെ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 30-102 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില ഏകദേശം 240 മുതൽ 340 വരെ ഇത് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഒരു OLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ GM009606 എന്ന് പറയുന്ന മോഡലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ചെറിയ ഡിവൈസുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ചെറിയ ഡിസ്പ്ലേ ഡിവൈസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കേസാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള മൾട്ടിവുഡ് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയൊരു പോർഷൻ കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ്, വളരെ കനം കുറഞ്ഞ ഇതുപോലുള്ള ചെറിയ ചെറിയ ഡിവൈസുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വയർ സ്ട്രിപ്പാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഓക്സിമീറ്റർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പോണൻറ്റുകൾ. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചാണ് ഈ കമ്പോണൻറ്റുകളെല്ലാം കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് കടക്കാം. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഈ സെൻസർ ബോർഡിലേക്ക് ഞാനൊരു കേബിൾ, ഇതുപോലുള്ള കേബിൾ ഇതിനകത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ സോൾഡർ ചെയ്ത സെൻസർ ബോർഡ് നമുക്ക് ഈ ഒരു കൺട്രോൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ കൺട്രോൾ ബോർഡിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു മൾട്ടിവുഡിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടിട്ടാണ് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ബോർഡിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ സെൻസർ ബോർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ വളരെ നേരത്തെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബേസിലേക്ക്, നമ്മുടെ സെൻസർ വെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബേസിൻ്റെ അകത്തേക്ക് ഈ ഒരു സെൻസർ ഒട്ടിച്ച് വെക്കാൻ കഴിയും. ഈ ബേസിൻ്റെ മുകളിൽ സെൻസർ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് വെച്ചു. ഓക്കെ, ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ സെൻസറിൻ്റെ ബോർഡും സെൻസറിൻ്റെ ബേസും കേബിളും എല്ലാം റെഡിയാണ്. ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മുടെ സെൻസർ ബോർഡിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഇതുണ്ടാക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ റിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ഒന്നാമത്തെ പിൻ, അതാണ് ഈ പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3.3 വോൾട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ ഈ റെസിസ്റ്റേഴ്സിൻ്റെ മുകൾ ഭാഗത്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിന് ശേഷമാണ് ഈ ഒരു ഏറ്റവും മുകളിൽ വരുന്ന മൾട്ടിവുഡിൻ്റെ മുകളിൽ ഈ ഡിസ്പ്ലേ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേ നമ്മൾ ഈ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനത് ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒരു 4 ഹോള് ഇടുന്ന രീതിയിൽ ചെറിയ മാർക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ നമുക്ക് 4 ഹോൾ ഇട്ടതിന് ശേഷം ഒരു ഡിസ്പ്ലേ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേ റെഡിയാണ്. ഇനി ഈ ഡിസ്പ്ലേൻ്റെ കേബിൾ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന കേബിൾ ഇതിലൂടെ ഹോൾ ഇട്ടിട്ട് വേണം നമ്മുടെ കൺട്രോളർ സെക്ഷനിലേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെ കൺട്രോൾ സെക്ഷനിൽ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാനത് ആദ്യം ഇത് സോൾഡർ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഏറ്റവും മുകളിൽ വരുന്ന ലെയറാണ് ഡിസ്പ്ലേ ലെയർ. ഡിസ്പ്ലേ ലെയറിൻ്റെ മുകളിൽ, അതായത് ഈ മൾട്ടിവുഡിൻ്റെ മുകളിൽ ഡിസ്പ്ലേ നമ്മുടെ OLED ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ വയർ നമ്മുടെ ഈ ഒരു സെൻസർ ബോർഡിൻ്റെ ബേസ് ബോർഡിൻ്റെ ഉള്ളിലൂടെ
കടത്തി വിട്ടിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഓക്സിമീറ്ററിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതിന് ആ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു കൺട്രോൾ ബോർഡ് എടുത്തിട്ട് നമ്മുടെ ഈ കേസിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തിരിക്കുന്ന പോർഷനിലേക്ക് ഫിക്സ് ചെയ്യുന്നു. ഇതുപോലെ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്തതിനു ശേഷം ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ഈ രണ്ട് എൻഡും വയറും ഈ കൺട്രോൾ ബോർഡിൻ്റെ ഈ പിൻ കോൺഫിഗറേഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഓക്സിമീറ്റർ ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ബോർഡിൻ്റെ മുകളിൽ കണക്ഷൻ കൊടുത്തു, സെൻസർ ഇവിടെ വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ബേസ്, നമ്മുടെ സെൻസർ ബോർഡിൻ്റെ ബേസ് ലെയർ നമുക്കിതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്ത് വെക്കണം. ആ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഗ്ലൂ കൊടുത്തുകൊണ്ട്, സൂപ്പർ ഗ്ലൂ കൊടുത്തുകൊണ്ട് ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഏതാണ്ട് റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ ബേസ് ഭാഗം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കൺട്രോൾ ബോർഡ് നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്യണം. അപ്പം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഈ USB പോർട്ട് വഴിയാണ് ഇതിൻ്റെ പവർ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പവർ കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് പവർ ബാങ്ക് ഉപയോഗിച്ച് അത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജറോ അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. നമുക്ക് പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മെഷർമെൻറ്റിലേക്ക് കടക്കാം. ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ അതുപോലെ എങ്കിലും ബ്രൗസർ എടുത്തതിന് ശേഷം പൾസ് ഓക്സിമീറ്റർ യൂസിങ് ആർഡിനോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ഫസ്റ്റ് ലിങ്ക് create.arduino.cc എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സംഗതികളും അവിടെ കാണാൻ കഴിയും. സർക്യൂട്ട് ഡയഗ്രാം അവിടെ കാണാം. അതോടൊപ്പം തന്നെ അതിന് താഴെയായി നമ്മുടെ ഈ സർക്യൂട്ടിന് വേണ്ട പ്രോഗ്രാം അവിടെ അവൈലബിൾ ആണ്, കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ മുകളിലുള്ള ലിങ്ക് ഉപയോഗിച്ച് കോപ്പി ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആർഡിനോ IDE ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ന്യൂ എന്ന് പറയുന്ന വിൻഡോ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ കോപ്പി ചെയ്ത പ്രോഗ്രാം പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡിവൈസ് ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് USB പോർട്ട് വഴി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പോർട്ടും അതിൻ്റെ ഏതാണോ ഡിവൈസ് എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സെലക്ഷനും കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അപ്ലോഡിങ് ഡൺ എന്ന് കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഡിവൈസ് കമ്പ്യൂട്ടറിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഡിവൈസിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കണം, പവർ സപ്ലൈ കൊടുക്കണം. പവർ സപ്ലൈ ഉപയോഗിക്കുന്നത് 5 വോൾട്ട് നമ്മൾ മൊബൈലിൻ്റെ ചാർജറാണ്. മൊബൈൽ ചാർജറോ ഏതെങ്കിലും അങ്ങനെ വരുന്ന 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന ഏതെങ്കിലും ഡിവൈസ് മതി. അതുപോലെ അതിൽ ഞാനിത് ഇൻസേർട്ട് ചെയ്യാണ്, കേബിൾ ഇൻസേർട്ട് ചെയ്യാണ്. കേബിളിൻ്റെ മറ്റേ എൻ്റെ മിനി USB ആണ്. മൈക്രോ USB-നേക്കാളും കുറച്ചും കൂടെ വലിയ ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ കണക്ടർ വരുന്നത്. ഓക്കെ, പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ബോർഡിലേക്ക് ഞാൻ പവർ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ സെൻസർ ഓൺ ആയിട്ടുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട് നോക്കാം. പുട്ട് യുവർ ഫിംഗർ പ്രോപ്പർലി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫിംഗർ ഒന്ന് വെച്ച് നോക്കാം. ഫിംഗർ വെച്ചതിന് ശേഷം ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കണം നമ്മളിവിടെ ഇതിൽ ഈ ഫിംഗർ വെക്കേണ്ടത്. ഈ പ്രഷർ മാറുന്ന സമയത്ത് റീഡിങ്സിൽ എറർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഒരേ പ്രഷറിന് അപ്ലൈ ചെയ്യണം ഇതിൻ്റെ അകത്ത്, എന്നാലേ മാത്രമേ ഇത് കറക്റ്റ് റീഡിങ് കാണിക്കുള്ളൂ. നമ്മളിത് പ്രഷർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് എറർ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അകത്ത് വരുന്ന IR-ഉം ഇൻഫ്രാറെഡ് റൈസും അതുപോലെ റെഡ് ലൈറ്റും മെഷർ ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. രണ്ടും ഒരേ ടൈമിലല്ല റീഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈമിലാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈമിൽ റീഡ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഡിഫറൻസ് വരുന്ന സമയത്ത് ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടാവും. ഇത്രയുമാണ് നമ്മുടെ ഈ പൾസ് ഓക്സിമീറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ടെക്നിക്കൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.